അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് വീട്ടുകാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും നയമുണ്ടെങ്കിൽ ഈ പ്രണയിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ്. രണ്ടാമത് അവര് അപ്പാടാ നോക്കി തട്ടി തെറിപ്പിക്കരുത്. ഓക്കെ, നല്ല എനിക്ക് ലവ് മാരേജിനോടാണ് താല്പര്യം. എന്താ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള ആരും കേട്ടിട്ടല്ല ഒരു വിദ്യാലയങ്ങളിൽ നമുക്ക് രണ്ട് കണക്കാ കേരളത്തിലെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏത് ജോലി തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്ന രക്ഷിതാക്കളാണ്, ആര് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്ന രക്ഷിതാക്കളാണ്. എന്റെ ഒരു അഭിപ്രായത്തില് ഒരു 18 വയസ്സ് വരെ നമുക്ക് അവർക്ക് വേണ്ട മാക്സിമം എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ അവർ തീരുമാനിക്കട്ടെ ഏത് ജോലി വേണം, ആരെ കെട്ടണം. പക്ഷെ എല്ലാ സപ്പോർട്ടും ആര് കൊടുക്കണം? രക്ഷിതാക്കൾ കൊടുക്കണം. എന്ന് വെച്ചിട്ട് അവരെ കൂടെ ഒളിച്ചോടി പോവുക അങ്ങനെ ഇതല്ല. മാക്സിമം എഡ്യൂക്കേഷൻ കൊടുക്കുക. ബാക്കി ഒരു തീരുമാനം അവര് 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ ലൈഫിലേക്ക് വിടുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലാതെ അവരെ കല്യാണം രക്ഷിതാക്കൾ തീരുമാനിക്കുക, ജോലി ഏതുവാണെന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കുക. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ്. നമ്മൾ പുറമേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 18 വയസ്സില്ല, എനിക്ക് 13 വയസ്സ് കഴിഞ്ഞാൽ അവരെ ലൈഫിലേക്ക് പോവുകയാണ്. പക്ഷെ നമ്മളെ ഈ കേരളത്തിൽ മാത്രമാണ് രക്ഷിതാക്കൾ കുട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അവരുടെ കോൺഫിഡൻസും അവരുടെ തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ രക്ഷിതാക്കൾ എന്താണെന്ന് അടിച്ചമർത്താണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാല് ഇപ്പത്തെ വർത്തമാനകാലത്ത് നടക്കുന്ന നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നില്ലേ ശേഷം ഭാര്യമാരെ കൊടുത്തിരുന്നത്. കാരണം ഇപ്പൊ വാർത്ത വെച്ചാൽ അങ്ങനത്തെ വാർത്തകളാണല്ലോ. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നല്ലതെന്ന് പറയും. പ്രണയവിവാഹം എന്ന് പറയുമ്പോൾ നമ്മള് ഒരാളെ കൂടുതൽ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും. ഇത് വീട്ടുകാരെ ഉറപ്പിക്കുന്ന വിവാഹമാണെങ്കിൽ നമുക്ക് ആ മുൻകൂട്ടി പരിചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ പ്രണയിക്കുമ്പോ എന്താ പറയാ, കല്യാണം കഴിച്ചാല് ബോറടിക്കുന്നു. കുറെ കാലം സംസാരിച്ച് ഇല്ലാണ്ടായിരുന്നു. പിന്നെ നാളേക്ക് മുതൽ വീട്ടുജോലികൾ പൊതുവെ സ്ത്രീകൾ ചെയ്താലാണ് വൃത്തിയാവുക എന്നാണ് പറഞ്ഞോ അഭിപ്രായം. അല്ല, പ്രസ്താവനയില് എല്ലാവരും ചെയ്യണം എന്നുള്ള ആ കോൺസെപ്റ്റിലല്ല പറഞ്ഞത്. ഇതിപ്പോ പറയല്ലോ എല്ലാവരും സഹായിക്കണ്ടേ അല്ലേ? എത്ര പേര് വീട്ടിൽ അമ്മേനെ സഹായിക്കും? ഒരാൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. സഹായിക്കണ്ടേ എന്നുള്ള പ്രശ്നമല്ല. സ്ത്രീകൾ ചെയ്താലാണ് വൃത്തിയാവുക. ആളുകൾ അടുക്കളയിൽ കയറിയുള്ള അവസ്ഥ എന്താ? ഇത് ഒരു വാദത്തിന് വേണ്ടി നമ്മളൊരു ചർച്ചയിൽ പറയുന്നതല്ല.
നമ്മളെ യഥാർത്ഥ അനുഭവത്തിൽ ഒരു ദിവസം വീട്ടിലുള്ള ആളുകൾ അടുക്കളയിൽ കയറിയാനുള്ള അല്ലെങ്കിൽ വീട്ടുജോലികളൊക്കെ കൂടി ചെയ്താലുള്ള ഒരു അവസ്ഥ ഒരു കൂടി തിരിക്കാനോ ഒക്കെ ഉള്ള നിലവിലുള്ള പൊതുവിലുള്ള കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും ഒറ്റ സംഭവം ഉണ്ടാവും പറഞ്ഞോ. പിന്നെ വീട്ടിലെ തുടങ്ങാറ് ഇപ്പോഴാണെങ്കിൽ എന്താ പറയാ ഈ നിലവില് എന്താ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അപ്പോ രണ്ടാളും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സന്ദർഭങ്ങളിൽ മാത്രമേ ആ വേദിയെ കൈകാര്യം ചെയ്യൂ. അവരത് ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീ ചെയ്താൽ വൃത്തിയാവും, പുരുഷൻ ചെയ്താൽ ഈ ഒരു പ്രയോഗം ഞാൻ പറയട്ടെ. ഈ സമയത്ത് ഞാൻ സിനിമകളിലാണ് കണ്ടത്. ഈ പെൺകുട്ടികളുടെ വീട്ടില് അമ്മമാരും അവര് വീട്ടിലേക്ക് പോകാനുള്ളതാണ് ഈ ചെയ്തോ എന്താ പറഞ്ഞ അവര് ചെറുപ്പത്തിലെ അമ്മമാരിങ്ങനെ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ പുരുഷന്മാരില്ല, നിങ്ങളെ പഠിക്കുമല്ല അവർ വലുതാക്കിയില്ലാണ് പുരുഷന്മാരുടെ പറയുന്നത്. പഠിക്കുന്നില്ലേ പറയൂ, ഞാൻ കണ്ടിട്ട് പോയിക്കോ പഠിച്ചു നോക്കിയെടുക്കണോ MBBS. അതുപോലെ സ്ത്രീകളോട് അങ്ങനെ ഒന്നും പറയില്ല. ഇല്ലോ ഇല്ലല്ലോ എനിക്ക് വീട്ടിലും ഇല്ല, എന്റെ കാര്യമാണ് അവര് വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ ചെയ്തോ വെള്ളത്തിലാണ്. ഈ ചോദ്യത്തിന് ഒരു വേർഡ് പ്രാക്ടീസ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ഇപ്പൊ ജോലിയാണെന്നില്ല എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൽ നമ്മൾ എന്താവും പെർഫെക്റ്റോ. നിങ്ങൾ അടുക്കളപ്പടയിൽ പെൺകുട്ടിക്കാണ് കൂടുതൽ എന്ത് കിട്ടുന്നത്, പരിശീലനം കിട്ടുന്നത്. ആൺകുട്ടിക്ക് പരിശീലനം കിട്ടി അവരെന്ത് ചെയ്ത് അതിൽ പെർഫെക്റ്റോ. ആ ഒരു വേർഡ് മാത്രമേ എനിക്ക് പറയാം, പ്രാക്ടീസ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. അപ്പൊ വീട് തുടങ്ങണേ. മറ്റുള്ളവർക്കും ഗുണം നാട്ടിൽ പണക്കാരായ ആളുകൾ ഉണ്ടാകും മറ്റുള്ളവർക്കും ഗുണം തന്നെയാണ്. നാട്ടില് നമ്മളിപ്പോ ഈ പറയല്ലോ പൈസക്കാരായ പൈസക്കാരായ നാട്ടിൽ കുറച്ച് പൈസക്കാരായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലേ, അത് നാടിന് ഗുണം തന്നെയാണ്. നമ്മുടെ നാട്ടില് എല്ലാരും അല്ലേ 5 വയസ്സ് ഗതിയില്ലാത്തവരാണെങ്കിൽ ഒരു 500 രൂപ കടന്നമാരുണ്ടാവും. ഏതൊരു പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നടക്കൂലേ. അപ്പൊ കുറച്ച് പൈസക്കാരൊക്കെ നാട്ടിൽ വേണം അല്ലേ, പാവപ്പെട്ട മാത്രം മതിയോ പോരാ. അപ്പൊ എന്താണ് പറയുന്നത്? ഞാൻ ഉദാഹരണം പറയാം. നാട്ടില് പാവപ്പെട്ട കുറച്ച് പണക്കാരൊക്കെ ഉള്ളത് പണക്കാരെ ശത്രുക്കളായി കാണണ്ട. ഒരു എന്താണ് നാട്ടിൽ ഗുണം ചെയ്യുന്ന ആളുകൾ. അപ്പൊ വൻകിട വ്യവസായികൾ വലിയ അതുപോലെ പുരുഷൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു പിന്നെ നാട്ടിൽ ഗുണം തന്നെയാണ്. നാട്ടിലെ വികസനത്തിനൊക്കെ ഇത്ര ആളുകൾ വേണം. എന്താ അഭിപ്രായം? യോജിക്കുന്നില്ലേ? അത്തരം ആളുകളൊക്കെ നാട്ടിൽ വേണം. വേറെന്താ എന്തെങ്കിലും പ്രതികരിക്കുന്നത്? പണക്കാരെ വിചാരിച്ച് നമ്മള് എക്കാലത്തും പാവപ്പെട്ടവനായിട്ട് നിൽക്കണമെന്ന് എല്ലാവർക്കും ആദ്യമാണ്. അപ്പോ ഇത്തരം പണക്കാരുണ്ടായത് കൊണ്ട് നാട്ടിൽ വ്യവസായം ഉണ്ടാകും. അത് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് തൊഴിലുകൾ നൽകുന്നു. പിന്നെ ഉള്ളത് ഇത്തരം പണക്കാരും
വ്യവസായം ചെയ്യുമ്പോൾ അത് പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള വ്യവസായങ്ങളാണെങ്കിൽ അത്തരം പണക്കാർ നാട്ടിന് ദോഷകരമാണ്. അത്രോ ശരി. ഞങ്ങള് ഈ വെള്ളിയാഴ്ചയിൽ സ്റ്റാൻഡിൽ പോയി കൊണ്ടിരുന്നു. കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ കൊണ്ടു ഒന്നിന് പണ്ടോ അപ്പത്തെ ഞങ്ങൾ പോയി. ഫസ്റ്റ് ദിവസം പൈസ കൊടുത്ത് ഒരാഴ്ച പോയി. രണ്ടാമത്തെ ആഴ്ച അവിടെ കൊണ്ടുപോയി ഫുഡ് കഴിച്ച് ഞങ്ങൾ കയ്യിലേക്ക് വരുമ്പോഴേക്കും പോയിക്കാൻ ലാസ്റ്റ് ഇപ്പോൾ കൊടുക്കാൻ ലാസ്റ്റ് പൈസ പൈസ എന്താണ് താഴെ രൂപയിലാണ് പയമ്പ എന്തായിരിക്കും എപ്പോഴും തന്നോണ്ട് സ്വന്തം അനുഭവത്തിൽ പറഞ്ഞല്ലേ. ഇനി വേറെ ആരെങ്കിലും പണക്കാർ മോട്ടിവേഷനാണ്. കാരണം അവരെ കാണുമ്പോൾ പാവപ്പെട്ട ഓക്കെ തെരുവുകളവരെ കൊണ്ടു നടന്നില്ല.